ഇന്ത്യയുടെ സഭയുടെ തലവനായി, യാക്കോബായ സഭയുടെ തലവനായി അദ്ദേഹത്തെ നിയമിക്കുന്നത്. ഈ യാക്കോബായ ആഗമന സുറിയാനി സഭ എടുത്ത് നോക്കുമ്പോൾ കാതോലിക്ക എന്നത് അവരുടെ പാത്രിയാർക്കീസ് ബാവ കഴിഞ്ഞാലുള്ള രണ്ടാം സ്ഥാനീയനാണ്, സഭയിലെ രണ്ടാം സ്ഥാനീയനാണ്. അങ്ങനെയൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിയോഗം തന്നെയാണ് ജോസഫ് മാർ ഗ്രിഗോറിയോസിന് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് ഷിബു പീഡിയേക്കൽ, അദ്ദേഹം യാക്കോബായ സഭയുടെ ഒരു അനുഭാവിയാണ്. അദ്ദേഹം ലെബനോനിൽ നിന്ന്, ഈ ചടങ്ങ് നടക്കുന്ന ലെബനോനിൽ നിന്ന് തത്സമയം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷിബു പീഡിയേക്കൽ ഈ അങ്ങ് 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ലെബനോനിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ? എല്ലാം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞോ? ഇവിടെ വായിക്കുന്ന ചടങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എല്ലാ പത്രാപോലിത്തന്മാരും വിശിഷ്ടാതിഥികളും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം കൃത്യമായി പറഞ്ഞ് ഇവിടുത്തെ 5 മണിക്ക് വാഴ്ച ചടങ്ങ് ആരംഭിക്കും. ഇപ്പൊ ഇവിടെ 1:38 ആയിട്ടുണ്ട്. ഇപ്പൊ തന്നെ പള്ളിയും പരിസരങ്ങളിലും എല്ലാം ആളുകൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. വളരെ ആകാംക്ഷയോടെയാണ് ആളുകൾ ഈ ചടങ്ങിലേക്ക് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ഒട്ടും താമസിക്കാതെ കൃത്യസമയത്ത് തന്നെ ചടങ്ങുകൾ ആരംഭിക്കും. ഇത് ഏത് രീതിയിലാണ് ഈ ചടങ്ങുകൾ എന്നുള്ളതിനെ കുറിച്ചുള്ള ബ്രീഫിങ് ഈ ബിഷപ്പുമാരോ അങ്ങനത്തെ ആളുകളൊക്കെ തന്നിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുക? ഈ ചടങ്ങ് നടക്കുന്ന ഇത് വളരെ അപൂർവമായ ഒരു ചടങ്ങാണ്. സാധാരണ നമ്മുടെ സഭയുടെ ശുശ്രൂഷകൾ പോലെയുള്ള ഒന്നല്ല ഈ കാതോലിക്ക വാഴ്ച എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിന് സാധാരണ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന വിധത്തിൽ ഒരു എഴുതപ്പെട്ട ക്രമമൊന്നുമില്ല. അത് പാത്രിയാർക്കീസ് ബാവയ്ക്ക് മാത്രം അറിയാവുന്ന ഒരു ക്രമത്തിലാണ് ഇത് ചെയ്യുന്നത്. കാരണം ഇത് വളരെ വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ഈ വാഴ്ച ചടങ്ങ് നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും തന്നെ മറ്റ് സഭകളിലുള്ളവർ പോലും ഈ വാഴ്ച ചടങ്ങിനെ വളരെ ആകാംക്ഷയോടെയാണ് കാണുവാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ശരി. ഈ പുതുതായിട്ട് കാതോലിക്കയായി വാഴിക്കുമ്പോൾ അദ്ദേഹം ഈ കിഴക്കിന്റെ മുഴുവൻ കാതോലിക്കയാകുമോ ചെയ്യുക, അതോ ഇന്ത്യയുടെ മാത്രം ചുമതലയുള്ള, അതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ താങ്കൾക്ക് കൂടുതൽ അറിയുകയും ചെയ്യാമല്ലോ ഈ കാര്യങ്ങളൊക്കെ. നമ്മൾ അറിയുന്നതനുസരിച്ച് ഇന്ത്യയുടെ കാതോലിക്കോസ് എന്ന നിലയ്ക്കാണ് വാഴിക്കുന്നത്. പക്ഷെ ഈ വാഴ്ച ചടങ്ങിന്റെ സമയത്ത് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയാണ് അത് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് അദ്ദേഹത്തിന്റെ സ്ഥാനനാമം എന്താണ്, അത് ഏത് വിധത്തിലാണ് അദ്ദേഹത്തെ വിളിക്കേണ്ടത് എന്നെല്ലാം അപ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. എങ്കിലും ഇപ്പോൾ നമ്മുടെ ധാരണ അനുസരിച്ച് ഇന്ത്യയുടെ കാതോലിക്കോസ് എന്ന ഒരു ഓഫീസിലാണ് അദ്ദേഹത്തെ വാഴിക്കുന്നത് എന്നാണ് നമ്മൾ അറിയുന്നത്. ശരി. അതുപോലെ തന്നെ മറ്റ് അവിടെയുള്ള ഇപ്പൊ പ്രത്യേകിച്ച് ലെബനോൻ എന്നൊക്കെ പറയുന്നത് ആദിമ ക്രൈസ്തവർ തൊട്ട് വസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെയുള്ള മറ്റ് സഭകളുടെയൊക്കെ തലവന്മാർ വന്നിട്ടുണ്ടോ? ഈ കേരളത്തിൽ നിന്നൊക്കെ വന്നവരെ എങ്ങനെയാണ് ഇവിടെ സ്വാഗതമൊക്കെ ചെയ്ത് കഴിഞ്ഞോ? എല്ലാവരെയും കാണാനും പരിചയപ്പെടാനും ഒക്കെ സമയം ലഭിച്ചോ താങ്കൾ? അതെ, ഇവിടെ എല്ലാ സഭയുടെയും തലവന്മാർ എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ലെബനോനിലെ തദ്ദേശീയമായ സഭകൾ, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സഭ മറോണൈറ്റ് ക്രിസ്ത്യാനികളാണ്. അവരുടെ തലവൻ ഈ വാഴ്ച ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ കത്തോലിക്ക സഭയുടെ വിവിധ ഘടകങ്ങളിൽ നിന്നുള്ള ബിഷപ്പുമാര്, എല്ലാ സഭകളുടെയും സുറിയാനി പൈതൃകം ഷെയർ ചെയ്യുന്ന എല്ലാ സഭകളുടെയും അധ്യക്ഷന്മാരോ അവരുടെ പ്രതിനിധികളോ ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഈ വാഴ്ച ചടങ്ങിനെ അപൂർവമാക്കി മാറ്റുന്നത്. കാരണം സുറിയാനി പാരമ്പര്യമുള്ള അത് കാത്തലിക്കിലായ ചടങ്ങിൽ പങ്കെടുക്കുന്നു. അത് ഈ ചടങ്ങ് ഏറ്റവും അപൂർവമായ ഒരു ചടങ്ങാണ്. അതുപോലെ തന്നെ ഈ ജോസഫ് മാർ ഗ്രിഗോറിയോസ് കൂടി കാതോലിക്ക ബാവ ആകുന്നതോടുകൂടി ഇന്ത്യയിൽ ഏതാണ്ട് ഒരു 3 കാതോലിക്ക ബാവമാർ വരുന്ന ഒരു പ്രത്യേകത കൂടെ ഇല്ലേ? അങ്ങനെ അത്തരമൊരു കാര്യത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ച് ഇപ്പം മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ അവിടെ തന്നെയുണ്ട്, എന്നാൽ ഓർത്തഡോക്സ് സഭയിൽ നിന്നാരും പങ്കെടുക്കുന്നില്ല എന്നാണ് ഞാൻ അറിയുന്നത്. താങ്കൾ അവിടെ ഉള്ള ഒരാളാണല്ലോ, എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? മലങ്കര കത്തോലിക്ക സഭയുടെ കാതോലിക്ക ബാവ ബസേലിയോസ് മാർ ക്ലീമിസ് തിരുമേനി ഇവിടെ ഉണ്ട്. അദ്ദേഹം ഇന്നലത്തെ കൂദാശകളിലൊക്കെ സംബന്ധിച്ചിരുന്നു. അദ്ദേഹം വളരെ സന്തോഷത്തോടെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ തന്നെ ഇദ്ദേഹം കാതോലിക്കയാകുന്നത് കൊണ്ട് മറ്റു ദോഷങ്ങളോ ഒരു സംഘർഷങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. സഹോദരി സഭയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് അദ്ദേഹം സർവാത്മന ഈ വാഴ്ചയെ സ്വാഗതം ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. പിന്നീട് ഓർത്തഡോക്സ് സഭ എന്ന് പറയുമ്പോൾ അത് ഈ സുറിയാനി സഭയുടെ അതേ പൈതൃകവും ആരാധനാക്രമവും എല്ലാം പിന്തുടരുന്നൊരു വിഭാഗമാണ്. അവരുടെ ഈ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ദീർഘനാളുകളായിട്ടുള്ളതാണ്. നമ്മുടെ പ്രേക്ഷകർക്കും എല്ലാം അറിയാവുന്നതാണ്.
പക്ഷെ ഇത് കാനൂനികമായി ഈ കാതോലിക്കയെ വാഴിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്കയെ വാഴിച്ചപ്പോൾ ഇതര സഭകളുടെ അധ്യക്ഷന്മാരൊന്നും പങ്കെടുക്കാതെയാണ്. ഒരു സഭയുടെ മേലധ്യക്ഷനെ വാഴിക്കുമ്പോൾ സഹോദരി സഭകളുടെ അധ്യക്ഷന്മാർ ചേർന്ന് വാഴിക്കുന്നതാണ് വളരെ പൂർവികമായ ക്രൈസ്തവ പാരമ്പര്യം. അതുകൊണ്ടാണ് ഈ ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ കാതോലിക്കായി വാഴിക്കുമ്പോൾ മറ്റ് സഭകളുടെ അധ്യക്ഷന്മാർ വരുന്നതിന്റെ അത് സഭയുടെ ഏറ്റവും പൂർവികമായ പാരമ്പര്യമാണ്. അതുകൊണ്ട് സഹോദരി സഭകൾ ചേർന്നാണ് ആ സ്ഥാനത്തേക്ക് വാഴിക്കേണ്ടത്. അതുകൊണ്ടാണ് കാനൂനികമായി വാഴിക്കപ്പെടുന്നു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ചോദിക്കട്ടെ. താങ്കൾ അവിടെ ഉള്ള ഒരാൾ കൂടിയാണല്ലോ. ഈ മലയാളികളായിട്ടുള്ള ആളുകളൊക്കെ ജോലിക്ക് വരുന്നൊരു സ്ഥലം ആണ് ലെബനോൻ എന്ന് ഞാൻ കരുതുന്നില്ല, ഗൾഫ് പോലെ. പക്ഷെ ഇപ്പോൾ അവിടെ നിരവധി പേർ മലയാളികളൊക്കെ വന്നു കാണും, മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ളവർ. അങ്ങനെ നിരവധി പേർ വരുന്നുണ്ടോ? അതേപോലെ ഈ സിറിയയിൽ നിന്നൊക്കെയുള്ള ആളുകൾ കൂടെ വരുന്നുണ്ടോ? സത്യത്തിൽ ഈ സിറിയയിൽ സംഘർഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ദമസ്കോസിൽ വെച്ച് നടക്കേണ്ട ഒരു ചടങ്ങായിരുന്നില്ലേ ഇത്? നിശ്ചയമായിട്ടും ദമാസ്കോസിൽ വെച്ച് നടക്കേണ്ട ചടങ്ങ് തന്നെയായിരുന്നു ഇത്. പക്ഷേ ഇത് അവിടുത്തെ സംഘർഷം മൂലമാണ് ഇവിടെ വെച്ച് ഈ ചടങ്ങ് നടക്കുന്നത്. മലയാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമല്ല ലെബനോൻ. കാരണം ലെബനോനിലെ കറൻസി ഒരു അമേരിക്കൻ ഡോളറിന് 1 ലക്ഷം ലെബനീസ് പൗണ്ടാണ് കൺവേർഷൻ റേറ്റ്. ഒരു ബർഗറിന് 6 ലക്ഷം ലെബനീസ് പൗണ്ടൊക്കെ കൊടുക്കേണ്ട സ്ഥിതിയാണ്. അപ്പോൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് അത്ര ബുദ്ധിപൂർവമല്ല. പിന്നെ ഇവിടെ മലയാളികളായിട്ട് UN-ൽ ജോലി ചെയ്യുന്ന 2 മലയാളികളെ ഞാൻ പരിചയപ്പെട്ടു. മറ്റ് മലയാളികളെ ഒന്നും കണ്ടില്ല. ശരി, ഇത് ഈ എപ്പോഴേക്കാണ് ആ സ്ഥലത്തേക്ക് പോകുന്നത്? ഈ അച്ചാനെ എന്ന് പറയുന്ന സ്ഥലം, അച്ചാനെ അങ്ങനെ തന്നെയാണോ സ്ഥലത്തിന്റെ പേര് എന്ന് എനിക്കറിയില്ല. പത്രങ്ങളിലൊക്കെ വായിച്ച അച്ചാനെ എന്ന് തന്നെയായിരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് ഞാൻ കരുതുന്നു. ബെയ്റൂട്ടിന് സമീപമുള്ള അച്ചാനെ, അങ്ങനെയല്ലേ? അവിടേക്ക് എപ്പോഴത്തേക്കാണ് പോകുന്നത്? എപ്പോഴേക്കാണ് നിങ്ങളോട് അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത്? ഞങ്ങള് ഇവിടുന്ന് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ പോകും. ഇവിടെ നിന്ന് അരമണിക്കൂർ അകലെയാണ് അച്ചാനെ. അതൊരു ഹിൽ ഏരിയയാണ്. ഞങ്ങൾ ബീച്ചിന്റെ സൈഡിലാണ്. ഞങ്ങൾ താമസിക്കുന്ന ഈ ഹോട്ടലിൽ തന്നെയാണ് കേരള സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളും താമസിക്കുന്ന ആ ഹോട്ടലിൽ തന്നെയാണ് ഇപ്പോൾ ഞാനും ഉള്ളത്. ഇവിടുന്ന് ഞങ്ങൾ അരമണിക്കൂർ കഴിയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകും, അച്ചാനെ എന്ന് പറയുന്ന സ്ഥലത്ത്. ഇത് ഫൊണീഷ്യ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ശരി, ഈ വൈദികരായിട്ട് പ്രത്യേകിച്ച് ഇതിനകത്തിൽ സഹകാർമ്മികരാകുന്നതിന് വേണ്ടിയിട്ട് മലങ്കരയിൽ നിന്നുള്ള ഈ സഭയിലെ മറ്റ് ബിഷപ്പുമാരെല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടാവുമല്ലോ അല്ലെ? അതേപോലെ വൈദികരും എത്തിയിട്ടുണ്ടോ? അതെ, യാക്കോബായ സഭയിൽ നിന്ന് 2 ബിഷപ്പുമാർ ഒഴികെ അവരാരോഗ്യപരമായ പ്രശ്നങ്ങളാൽ വരാത്താണ്. ബാക്കി എല്ലാ ബിഷപ്പുമാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഇതര സഭകളിലെയും ബിഷപ്പുമാരുണ്ട്. എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ കാതോലിക്ക ബാവയുടെ വാഴ്ചയ്ക്ക് ശേഷം എന്തെങ്കിലും പ്രത്യേക ചടങ്ങുകൾ ലെബനോനിൽ വെച്ച് നടക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അറിയാമോ? എപ്പോഴേക്കാണ് ഇദ്ദേഹം തിരിച്ചൊക്കെ വരുന്നത്? അദ്ദേഹം 30-ാം തീയതിയാണ് അദ്ദേഹത്തിന് പുത്തൻകുരിശിൽ സ്വീകരണം വെച്ചിട്ടുള്ളത്. ഇന്ന് വാഴ്ചയ്ക്ക് എത്തുന്നവർക്ക് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ ഡിന്നർ കൊടുക്കുന്നുണ്ട്. അല്ലാതെ മറ്റു ചടങ്ങുകളെ പറ്റി അറിയില്ല. ഒരു ഡിന്നറാണുള്ളത്. ശരി. പിന്നെ അവിടെ കാലാവസ്ഥയൊക്കെ എങ്ങനെയാണ്? പൊതുവെ നമ്മുടെ ഇതുപോലെയുള്ള ഒരു കാലാവസ്ഥയാണോ? അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെയൊക്കെ എന്തെങ്കിലും ചടങ്ങുകളൊക്കെ നടത്തുമ്പോൾ പറയും ഈ കാലാവസ്ഥയൊക്കെ നന്നായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, അങ്ങനെയുള്ളൊരു കാലാവസ്ഥയുടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഇത് വണ്ടർഫുൾ ക്ലൈമറ്റ്. ഇപ്പോ ഇവിടെ ഒരു 15 ഡിഗ്രിയാണ് കാലാവസ്ഥ. ഞങ്ങൾ ബീച്ചിലാണ്. പക്ഷെ ഹില്ലിലോട്ട് കയറുമ്പോൾ അത് കുറെ ഒരു 5 ഡിഗ്രിയോളം താഴാൻ സാധ്യതയുണ്ട്. ഒരു 10 ഡിഗ്രി. നല്ല മഴയൊന്നുമില്ല, മേഘങ്ങളില്ല, വളരെ പ്രസന്നമായ കാലാവസ്ഥയാണ്. ഐഡിയൽ ക്ലൈമറ്റ് ആണ്. ശരി, ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ പുതിയ കാതോലിക്കയായി വാഴിക്കുമ്പോൾ ആ സമയത്ത് സാധാരണ ബിഷപ്പുമാരെയൊക്കെ വാഴിക്കുമ്പോൾ ആ സമയത്താണല്ലോ ഈ പേരുകൾ പറയുക. അപ്പോൾ ഈ പേരുകൾ, പുതിയ സ്ഥാനപ്പേരുകളൊക്കെ ആ ചടങ്ങിന് ഇടയിലായിരിക്കുമോ നൽകുക, അതോ മുൻകൂട്ടി ഇത് അറിയിച്ചിട്ടുണ്ടോ? ഇല്ല, മുൻകൂട്ടി അറിയിച്ചിട്ടില്ല. ചടങ്ങിലാണ് അത് അനൗൺസ് ചെയ്യുന്നത്. ശരി, വളരെ നന്ദി ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിന്, തത്സമയം തന്നെ വന്നതിന് വളരെയധികം നന്ദി. താങ്കൾക്ക് മറ്റെന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഈ സമയത്ത്? മറ്റ് യാതൊന്നും കൂട്ടിച്ചേർക്കാനില്ല. കാരണം മലങ്കരയിലെ എല്ലാ വിശ്വാസികളും വളരെ ഇരുവിഭാഗങ്ങളിലും പെട്ടവരും ഈ വാഴ്ചയെ വളരെ ആവേശത്തോടെയും വലിയ പ്രതീക്ഷയോടെയുമാണ് കാണുന്നത്. വാഴ്ച ചടങ്ങുകൾ 8:30 വരുമ്പോൾ വലിയ തോതിൽ ആളുകൾ ഇത് ലൈവായിട്ട് കാണും. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന ഈ ചടങ്ങിലുണ്ട്. അതിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്കും വലിയ സന്തോഷമുണ്ട്. എല്ലാവരോടും കൂടി ആ സന്തോഷം പങ്കുവെക്കും.
ഒരു കാര്യം കൂടെ ഞാനും ചോദിച്ചോട്ടെ. ഈ വചനിപ്പ് പെരുന്നാളാണല്ലോ ഇന്ന്, അതുമായി ബന്ധപ്പെട്ട് പ്രത്യേക ചടങ്ങുകളൊക്കെ അവിടെ നടന്നിരുന്നു. ഇന്നത്തെ ദിവസം കാതോലിക്ക ബാവയുടെ വാഴ്ചയ്ക്കായി തെരഞ്ഞെടുത്തതിന് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? നിശ്ചയമായും വചനിപ്പ് പെരുന്നാളാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ എല്ലാ ബിഷപ്പുമാരുടെയും സഹകാർമ്മികത്വത്തിൽ പരിശുദ്ധ പാത്രിക്കീസ് ബാവ വിശുദ്ധ കുർബാന അർപ്പിച്ചു. വചനിപ്പ് പെരുന്നാളാണ് സുറിയാനി സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. കാരണം എല്ലാത്തിന്റെയും ആരംഭം വചനിപ്പാണ്. പരിശുദ്ധ കന്യകാമറിയത്തോട് ഗബ്രിയേൽ മാലാഖ ദൂതറിയിച്ചതിന്റെ അനുസ്മരണമാണ് മാർച്ച് 25. മാർച്ച് 25 നിന്ന് കൃത്യം 9 മാസമാകുമ്പോഴാണ് ഡിസംബർ 25 ക്രിസ്തുമസ് വരുന്നത്. അതുകൊണ്ട് എല്ലാത്തിന്റെയും തുടക്കം വചനിപ്പാണ്. വചനിപ്പ് ലെബനോനിൽ പബ്ലിക് ഹോളിഡേ ആണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുപോലെ ഈ വചനിപ്പ് ആഘോഷിക്കുന്നു എന്നുള്ളതാണ് ലെബനോന്റെ പ്രത്യേകത. ഇന്നിവിടെ ദേശീയ അവധിയാണ്. അതുകൊണ്ട് അത്ര വലിയ പ്രാധാന്യമുള്ള ദിവസം തന്നെയാണ്. ഈ സിറിയയിലെയൊക്കെ പ്രശ്നങ്ങളെ കുറിച്ച് അവിടെ വന്ന ബിഷപ്പുമാരാരെങ്കിലും സംസാരിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള വിശ്വാസികളൊക്കെ സംസാരിക്കുക? കാരണം അവിടെ ഒരു പുതിയ ഭരണ നേതൃത്വമൊക്കെ വരികയാണ്. അപ്പോൾ കുറച്ചുകൂടി ക്രൈസ്തവരെ സഹിഷ്ണുതയോടുകൂടി കാണുന്ന ആളുകളൊക്കെയാണോ അവിടെ ഭരണ നേതൃത്വത്തിൽ വന്നിട്ടുള്ളത്? താങ്കളോട് അത്തരമുള്ള കമ്മ്യൂണിക്കേഷൻസ് എന്തെങ്കിലും അവിടെ പറയുന്നത് കേൾക്കാനൊക്കെ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല, അത്തരത്തിലുള്ള സംഭാഷണങ്ങൾ പറയാനുള്ള ഒരു സാഹചര്യമല്ലായിരുന്നു. കാരണം ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന, പല സ്ഥലങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു സംസാരങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. കാരണം ഈ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്വീകരണങ്ങളും ആളുകൾ വലിയ തിരക്കിലാണ്. അതുകൊണ്ടാണ്. എന്നാല് ഈ ചടങ്ങിന് ശേഷം, അതായത് നാളെ ഈ സഭയുടെ സൂനോദോസ് ചേരുന്നുണ്ട്, എല്ലാ മെത്രാപ്പൊലീത്തമാരും ചേർന്ന്. അപ്പൊ അവിടെ അത്തരത്തിലുള്ള ചർച്ചകൾ, വളരെ ഗൗരവതരമായ ചർച്ചകൾ ഉണ്ടാകും. ഇന്ന് അത്തരം ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. സുന്നഹദോസ് ലെബനോനിൽ വെച്ച് തന്നെയല്ലേ നടക്കുക? അതെ, ലെബനോനിൽ വെച്ച് തന്നെയാണ്. ഓക്കെ, ശരി. വളരെ നന്ദി ശ്രീ ഷിബു PDAക്കൽ. ഇത്രയും സമയം, പ്രത്യേകിച്ച് ലെബനോൻ പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് തത്സമയം ഞങ്ങളോട് കൂടെ ചേരാനൊക്കെ അങ്ങ് സമ്മതം അറിയിച്ചു. വളരെ സന്തോഷം. എന്തായാലും ഈ ചടങ്ങ് ദർശിക്കാൻ അങ്ങേക്ക് ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. ആശംസകൾ. എന്തായാലും വളരെ